ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AV ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വിഭവമാണ്. നമ്മുടെ വീടുകളിൽ രാവിലെ പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് ചപ്പാത്തി. ഈ ചപ്പാത്തി ചില ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ ബാക്കി വരും, ബാലൻസ് വരും. അപ്പോൾ നമുക്ക് ടെൻഷനാണ്, അയ്യോ ഇത് ബാക്കിയായാലോ, ഇനി ഇത് എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ അവിടെ നിൽക്കട്ടെ, നമുക്കതുകൊണ്ട് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കാം. വളരെ നല്ലൊരു രുചികരമായൊരു വിഭവമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ആസ്വദിച്ച് കഴിക്കാൻ തോന്നുന്ന ഒരു വിഭവം തന്നെയാണ്. നമുക്ക് 4 മണിക്ക് ചായ കുടിക്കുന്നൊരു ശീലമുണ്ട്. അത് നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത കൂടെയാണ്. ആ ചായയിലേക്ക് ചെറിയൊരു അടിപൊളി പലഹാരമാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തിയെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 4 ചപ്പാത്തിയാണ്. നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന 4 ചപ്പാത്തി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് പീസാക്കി എടുക്കാം. അതുപോലെ നല്ലപോലെ ചെറുതായിട്ട് പീസാക്കി എടുക്കാം. ചെറിയ പീസായിരിക്കണം കേട്ടോ. കത്തി വെച്ച് മുറിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത കാണും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. ഇതുപോലുള്ള ചെറിയ പീസുകളായിരിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ച സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചപ്പാത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടാവും, എന്നാലും വളരെ കുറച്ച് ഇട്ടാൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ചൂടായ നമ്മുടെ പാനിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചത്. അതിനകത്ത് കുറച്ച് മുളക് പൊടിയോടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ കളറൊക്കെ മാറി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പീസ് ചെയ്ത് ആക്കി വെച്ച നമ്മുടെ തക്കാളി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് വരട്ടെ. നമുക്കിനി ഇതിനകത്തേക്ക് പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നോക്കണം കേട്ടോ. എരിവൊക്കെ നോക്കിയിട്ട് വേണം മുളകൊക്കെ ചേർക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയതല്ല. നമ്മൾ രാവിലെ ചപ്പാത്തി ബാലൻസ് ഉള്ളത് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല രുചികരമായൊരു വിഭവം തന്നെയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു രുചി. ഇനി വളരെ കുറച്ച് കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടണോടെ എനേബിൾ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ കോഴിമുട്ട ഒഴിച്ച് ചപ്പാത്തി മിക്സ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഉപ്പിട്ട് കാണും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശമൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ കിടന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വേവായിട്ട് വരട്ടെ.
അങ്ങനെ നമ്മുടെ രുചികരമായ ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വൈകിട്ട് ചായക്ക് കൂടെ 4 മണിക്കുള്ള ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു വിഭവം തന്നെയാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.